ഞാൻ ചെയ്തെടുത്ത വൂളൻ ത്രെഡിൻ്റെ ഒരു ബാഗാണിത്. ഈ ബാഗ് കാണാൻ ഇതേമാതിരി ഉണ്ടാവും. ആ ബാഗ് എങ്ങനെ തയ്ക്കാൻ നോക്കാം. ഞാനൊരു മിനി ബാഗ് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് തയ്ക്കാം. ആദ്യം ബേസ്മെൻറ്റ് തയ്ച്ചിട്ടാണല്ലോ ഇത് ചെയ്യുക. അപ്പോൾ അതാ ഈ കളർ നൂലാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കണ്ട ഒരു ചുവപ്പ് കളർ, ലൈറ്റ് ചുവപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ ഇടുക. എത്ര ഏകദേശം ഒരു ബാഗിന് എത്ര വലിപ്പം വേണമെന്നുണ്ട് അതിനനുസരിച്ച് ചെയിൻ ഇട്ടുക. നമ്മളെ മനസ്സിലൊരു ബാഗിൻ്റെ ഒരു വലിപ്പം ഉണ്ടാവുമല്ലോ, ആ വലിപ്പത്തിനനുസരിച്ച് ചെയിൻ ഇട്ട് വെച്ചാൽ ഇതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗാണ്. അപ്പോൾ ചെയിൻ ഇടുന്ന വിധം അതേമാതിരി ഏകദേശം ഒരു ബാഗിന് എത്ര വലിപ്പം വേണം വെച്ചാൽ അത്രയും 70 ചെയിനാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും നീളത്തിലുള്ള ഒരു പേഴ്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് കയ്യിലൊക്കെ പിടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഉണ്ട്. അപ്പോൾ ഒരു മൊബൈലും ഒരു കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു ബാഗ്. അപ്പോൾ 3 ഡബിൾ ക്രോഷ് ചെയിൻ വേറെ ഇട്ട് അതൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കണക്കാക്കാം. ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. നാലാമത്തേൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ വന്നു ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. രണ്ടാമത്തേൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ചെയ്യുന്നത്. അത് ചെയ്തെടുക്കുക. ഓരോ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക ഓരോന്നിൻ്റെ മുകളിൽ. ഇതേമാതിരി വന്നു. അങ്ങനെ ഇതേമാതിരി ഈ അറ്റം വരെ ചെയ്തെടുക്കണം ഡബിൾ ക്രോഷേ. ഇതേമാതിരി ഒരു ലൈന് ഫുള്ളായിട്ട് ഞാൻ തയ്ച്ചെടുത്ത് അവസാനത്തിന് തിരിച്ചിട്ട് ഒരു ലൈനും കൂടെ ഇതേമാതിരി. ഇതല്ല ബാഗിൻ്റെ മിനി ബാഗിൻ്റെ ബേസ്മെൻറ്റാണിത്. ഈ ബേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് വേണം ബാക്കി. അപ്പോൾ 3 ചെയിനിടുക. അതൊരു ഡബിൾ ക്രോഷേ ആവില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു ലൈനും കൂടെ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഇതാണ് ബേസ്മെൻ്റ് ആവുന്നത്. ഇനി കഴിഞ്ഞിട്ട് ഈ അറ്റം വരെ ഇതേമാതിരി ചെയ്തെടുക്കണം. ഒരു ലൈനും കൂടെ ചെയ്തെടുക്കുക. ഇതാണ് ബാഗിൻ്റെ ബേസ്മെൻറ്റ് വരുന്നത്. ഇത്രയും നീളത്തിലുള്ള ബാഗാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ബേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്തപ്പോൾ 2 ലൈനാണ്. 2 ലൈൻ ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ലൈൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത ലൈൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ലൈനും കൂടെ ഡബിൾ ക്രോഷേ ചെയ്യുക. കാണിച്ചത് 3 എണ്ണം വന്നു. പിന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ഡബിൾ ക്രോഷേ ആയില്ലേ. അങ്ങനെ ഈ ലൈന് ഫുള്ളായിട്ട് ഇതുവരെ ചെയ്തെടുത്തിട്ട് ഇവിടെയും ചെയ്യുക ഡബിൾ ക്രോഷേ. പിന്നെ ഈ ഭാഗത്ത് കൂടെ ചെയ്ത് ഇങ്ങനെ റൗണ്ടായിട്ട് കൊണ്ടുവരണം. അത് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഇവിടെ എത്തി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടുന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു റൗണ്ട് മാതിരി ചെയ്തെടുക്കണം. ബാഗിൻ്റെ ഒരു റൗണ്ട് ഇല്ലേ, അതേമാതിരി ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ എത്തി ഇവിടുന്ന് ഈ ക്രോസിൽ ഈ വീതി കുറഞ്ഞ ഇവിടെ അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം ഒരു ബാഗ് ഒരു ഇതുമാതിരി ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു 2 റൗണ്ട് അതേമാതിരി ചെയ്തെടുക്കണം.
രുചി കാണാൻ വയ്യ 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 ഉറക്കം വരികയാണേ എന്താ ചെയ്യണേ ഉറക്കം ഗ്യാസ് പോയി കാണുന്നില്ല പോയി അതിങ്ങനെ വെച്ച് ഓളാക്കി വെച്ചാൽ അതായത് ഞാനിത് ഈ റൗണ്ട് ചെയ്തെടുത്തു കൊണ്ടുവരാം. അപ്പോൾ അതിപ്പോൾ ഒരു ബാഗിൻ്റെ ഒരു ഷേപ്പ് വന്ന് കണ്ട. ഇപ്പോൾ ഇത് ഞാൻ 2 റൗണ്ടാണ് ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് ചെയ്തെടുത്തത്. ഇവിടെ അങ്ങനെ അതേമാതിരി ചെയ്തെടുത്ത് അപ്പോൾ ഒരു 2 റൗണ്ടായിട്ടാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ അടുത്ത ചെയ്യുന്ന വിധം അടുത്ത വേറെ സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ഇപ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് അത് അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഒരു 2 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് അപ്പോൾ 3 ഡബിൾ ക്രോഷ്യ. 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് കണ്ട്. ഇനി അടുത്ത കഴിഞ്ഞ് 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ഇവിടെ അതേമാതിരി തന്നെ ഒഴിവാക്കുക. 2 എണ്ണം ഒഴിവാക്കുക. 2 എണ്ണം ഒഴിവാക്കിയിട്ട് മൂന്നാമത്തേൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇതേമാതിരി വരും. ഇനി അടുത്ത് ഇതേമാതിരി തന്നെ 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് 2 എണ്ണം ഒഴിവാക്കുക. എന്നിട്ട് മൂന്നാമത്തേൻ്റെ മുകളിൽ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതുപോലെ വന്നു അങ്ങനെ വന്നപ്പോൾ അത് ഈ ഷേപ്പ് കണ്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്തെടുക്കുക. ഒരു 2 എണ്ണം ചെയിനിട്ട് ഒഴിവാക്കി അങ്ങനെ അതേമാതിരി ഷേപ്പിൽ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്ന് ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഒരു റൗണ്ടിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഇവിടെ അടുത്ത് കാണിച്ചു തരാം. അതേമാതിരി ഞാൻ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് അതേമാതിരി ഇതാ ഫുള്ളായി. ഇനി അടുത്ത ലൈൻ എങ്ങനെ ചെയ്യുന്നത്? ഇതിൻ്റെ മുകളിൽ ഇതെവിടെ വരെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ വന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഡബിൾ ക്രോഷ്യ ചെയ്ത് 3 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് അടുത്തതിൻ്റെ മുകളിലാവുന്ന സമയത്ത് ഒരു പച്ച കളർ യോജിപ്പിച്ച് കൊടുക്കണം. അവിടെ കണ്ടതാ പച്ച നൂല് ഇതിനോട് കൂടി ജോയിൻ്റ് ആക്കി കൊടുക്കണം. അടുത്ത പച്ച ചേർത്തിട്ടാണ് തയ്ക്കുന്നത്. ഈ പച്ച തുന്നി കൊടുക്കണം. കഴിഞ്ഞ് ചുവപ്പ് മാറ്റി വെച്ചിട്ട് പച്ചേൻ്റെ മുകളിൽ ചെയിൻ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നുണ്ട്.
3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്ത് ഇതൊരു പിന്നെ അടുത്തതിൻ്റെ മുകളിൽ ചുവപ്പ് കൊണ്ട് ചെയ്യുക. അങ്ങനെ മാറി മാറിയിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഉണ്ടോ? അടുത്തതിൻ്റെ മുകളിൽ പച്ച മാറ്റി വെച്ചിട്ട് ഉണ്ടോ ചുവപ്പ് കൊണ്ട് ചെയ്തെടുക്കുക. ഒരു ചെയിൻ ഇടണേ, അവിടെ ചെയിൻ ഇട്ടുണ്ട്. ഇട്ടിട്ട് ചുവപ്പ് കൊണ്ട് ചെയ്തെടുക്കുക. ചുവപ്പ് 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് ഈ പച്ച ജോയിൻ്റ് ആക്കി കൊടുക്കണം. അടുത്ത കളർ ഏതാ വരുന്നത് വെച്ച് ജോയിൻ്റ് ആക്കി കൊടുക്കണം. ഇതേമാതിരി വന്ന് ഇതേമാതിരി ഒരു ചുവപ്പ് ഒരു പച്ച ഒരു ചുവപ്പ് ഒരു പച്ച അങ്ങനെ വെച്ച് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ ഇതേമാതിരി ഒരു ചുവപ്പ് ഒരു പച്ച ഒരു ചുവപ്പ് ഒരു പച്ച അങ്ങനെ തയ്ച്ചെടുത്ത് ഇനി അടുത്ത റൗണ്ടിൽ വെറും പച്ച മാത്രം തയ്ച്ചെടുക്കണം. എല്ലാത്തിലും പച്ച മാത്രം എല്ലാത്തിൻ്റെ മുകളിൽ പച്ച മാത്രം തയ്ച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഡബിൾ ക്രോഷ്യ. എടുത്ത് ഒരു ചെയിൻ രണ്ട് ചെയിൻ കാണും. ഒരു ചെയിൻ ഇട്ടിട്ട് 3 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഇതേമാതിരി വരും. എല്ലാത്തിൻ്റെ മുകളിലും ഇതേമാതിരി റൗണ്ട് ഫുള്ളായിട്ട് പച്ച ചെയ്തെടുക്കുക. ഇതേമാതിരി ഞാൻ പച്ചേനെ കൊണ്ട് ഒരു റൗണ്ട് ഇതേമാതിരി വരുന്നുണ്ട്. അടുത്ത റൗണ്ട് ചെയ്യുന്നത് അടുത്ത റൗണ്ട് ഇതേമാതിരി പച്ച ആദ്യം ഒന്ന് ചെയ്ത് കൊടുക്കുക. പച്ചേനെ കൊണ്ട് ഒന്ന് ചെയ്ത് അടുത്തത് ഈ കളറ് ജോയിൻ്റ് ആക്കണത്. ഈ ഓറഞ്ച് കളർ കൊണ്ടാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ജോയിൻ്റ് ആക്കി കൊടുക്കുക. അവിടെ ചെയ്തിട്ട് പച്ച അവിടെ വെച്ചിട്ട് ചേന വെച്ച് കൊണ്ടുവന്നിട്ട് ഈ ഓറഞ്ചിനെ കൊണ്ട് ഒരു ഓറഞ്ച് ചെയ്തെടുക്കുക. ഓറഞ്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടുത്തതിൻ്റെ മുകളിൽ അടുത്ത പച്ചേനെ കൊണ്ട് ചെയ്യുക. എന്നിട്ട് ഇതവിടെ പച്ചേനെ കൊണ്ട് ചെയ്ത് കൊടുക്കുക. പച്ചേനെ കൊണ്ട് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് ഓറഞ്ച് ജോയിൻ്റ് ആക്കി കൊടുക്കുക. അടുത്ത ഓറഞ്ചിനെ കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓറഞ്ച് ജോയിൻ്റ് ആക്കിയത് ഓറഞ്ച് ജോയിൻ്റ് ആക്കി കൊടുത്ത് എന്നിട്ട് അടുത്തൊരു ചെയിൻ ഇട്ടിട്ട് ഈ ഓറഞ്ചിനെ കൊണ്ട് ചെയ്തെടുക്കുക. അവിടെ
അതാ ഈ ഷേപ്പ് വരും കണ്ട്, അല്ല പച്ച അതാ ഈ ഷേപ്പ് വന്നു അങ്ങനെ വരും ഇത്. പച്ച അതവിടെ 4 1 2 3 4 അടുത്തതിന് അങ്ങനെ വന്നിട്ട് വേണം ഈ ഇത് വരാൻ കണ്ട്. ഇതേമാതിരി ഇനി ഒരു ഓറഞ്ചിനെ കൊണ്ട് ചെയ്തെടുക്കുക. ഓരോന്ന് ഒരു പച്ച ഒരു ഓറഞ്ച് ഒരു പച്ച ഓറഞ്ച് അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ദൈവ ബാഗിൻ്റെ വർക്ക് ഇതവിടെ കഴിഞ്ഞു. ഈ ബാഗ് ഞാൻ കാണാൻ ഇതേമാതിരി ഉണ്ടാവും. ഞാൻ ചെയ്ത് വെച്ചത് 3 കളർ നൂല് ഉപയോഗിച്ചിട്ടാണ് ഈ ബാഗ് ചെയ്തെടുത്തത്. ഈ ബാഗിൻ്റെ ഉൾവശം അതേമാതിരി ഉണ്ടാവും. ഞാൻ ഇതവിടെ ക്ലോത്തൊക്കെ വെച്ച് സിബൊക്കെ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിലൊരു പോക്കറ്റ് ഉണ്ട്. ഇതേമാതിരിയുള്ളൊരു ബാഗാണ്.